രജനീകാന്തിനെ വെച്ച് ചെയ്യാനിരുന്ന പ്രൊജക്റ്റിൽ നിന്നും സംവിധായകൻ സുന്ദർ സി പിന്മാറിയത് ഇതിനോടകം വലിയ വാർത്തയായിട്ടുണ്ട്. രജനീകാന്ത് തിരക്കഥയിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടതാണ് സുന്ദർ സി പിന്മാറിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. കമലഹാസനാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. സുന്ദർ സിക്ക് പകരം ആര് സംവിധാനം ചെയ്യുമെന്ന ചോദ്യം ഇതിനോടകം വന്നിട്ടുണ്ട്. രജനീകാന്തിൻ്റെ മുൻ മരുമകൻ നടൻ ധനീഷ് സംവിധാന സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ധനുഷ് രജനീകാന്തിന്റെ ചിത്രത്തിൽ സംവിധായകനാകില്ലെന്ന് ബാലാജി പറയുന്നു. മുമ്പൊരിക്കൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചു. കാല എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷാണ്. സിനിമകൾ പൊതുവെ ഷെഡ്യൂൾ പേയ്മെന്റ് എന്ന് പറയും. ആദ്യ ഷെഡ്യൂളിന് പ്രതിഫലമായി ഒരു തുക കൊടുക്കണം. രണ്ടാമത്തെ ഷെഡ്യൂളിന് അടുത്ത പേയ്മെന്റ്. അജിത്ത് മാസം 5 കോടി രൂപയാണ് ഷെഡ്യൂൾ പേയ്മെന്റായി ആവശ്യപ്പെടുന്നത്. ആദ്യം വലിയ അഡ്വാൻസ് നൽകണം. കാല എന്ന സിനിമ നിർമ്മിക്കുമ്പോൾ ധനുഷ് ഒരു തവണ ഷെഡ്യൂൾ പേയ്മെന്റ് രജനീകാന്തിന് നൽകിയില്ല. ഭാര്യ പിതാവല്ലേ, പിന്നീട് കൊടുക്കാം എന്നു ധനുഷ് കരുതി. എന്നാൽ രജനീകാന്ത് ഷൂട്ടിങ്ങിന് പോയില്ല. എന്തുകൊണ്ടാണ് സാർ വരാത്തതെന്ന് യൂണിറ്റിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു. ലത രജനീകാന്ത് പറഞ്ഞത് ഷെഡ്യൂൾ പേയ്മെന്റ് വന്നാലേ അഭിനയിക്കാൻ വരൂ എന്നാണ്. മരുമകനും ഭാര്യ പിതാവും തമ്മിൽ ഈഗോയാണെന്ന് പറയരുത്. ഇവിടെ തൊഴിൽ വേറെ, ഭാര്യ പിതാവ് വേറെ. അത് ശരിയാണ്, ന്യായവുമാണെന്നും ബാലാജി പ്രഭു പറഞ്ഞു. മീഡിയ സർക്കിൾ എന്ന തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബാലാജി പ്രഭു. എന്നാൽ ധനുഷും ഐശ്വര്യയും ഇപ്പോൾ വിവാഹമോചിതരാണ്. 2022 വേർപിരിയുകയാണെന്ന് അറിയിച്ച് ഇവർ പ്രസ്താവന പുറത്തുവിട്ടു. എന്നാൽ കോടതിയിൽ ഡിവോഴ്സ് ഫയൽ ചെയ്ത് 2024 റിപ്പോർട്ടുകൾ പ്രകാരം ഇവരെ ഒരുമിപ്പിക്കാനുള്ള ശ്രമം കുടുംബം നടത്തിയിരുന്നു. എന്നാൽ ഒന്നിച്ചു മുന്നോട്ടു പോകില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഇവർ പിരിഞ്ഞു. മകളുടെ കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു.